നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഇപ്പോൾ ഇന്നലെ ഇട്ടതിൻ്റെ ബാക്കിയാണ്. ഞാൻ ഇപ്പോൾ ചിലർ ബസ് പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ വിശദമായിട്ട് പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാ ദിവസവും ഉണ്ട് മലബാർ എക്സ്പ്രസ് ചങ്ങനാശ്ശേരി നിന്നാണ് ഞങ്ങൾ കയറുന്നത്. അത് 9:30 ആകുമ്പോൾ ചങ്ങനാശ്ശേരിയിലെത്തും. അതിന് 350 രൂപയാണ് മംഗലാപുരം വരെയുള്ള ട്രെയിൻ ചാർജ് വരുന്നത്. അവിടുന്ന് നേരെ മൂകാംബികയ്ക്ക് സ്റ്റേഷനിൽ തന്നെ ബസ്സുണ്ടാവും. അതിന് 205 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. 3.5 മണിക്കൂർ യാത്രയുണ്ട്. അത് ബുദ്ധിമുട്ടുള്ളവർക്ക് 2 മണിക്ക് മൂകാംബികയ്ക്ക് ട്രെയിനുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ 30 രൂപ കൊടുത്താൽ 1 മണിക്കൂറത്തേക്ക് AC റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വേണമായിരുന്നെങ്കിൽ റെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്രയും ദൂരം ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സഞ്ചരിക്കുക. അവിടുന്ന് വേണ്ട 1000 രൂപയാണ്ട് ടാക്സി കാറിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൂകാംബിക അമ്പലത്തിലേക്ക് അത്രയും ദൂരമുണ്ട്. 1/2 മണിക്കൂറോ മറ്റോ യാത്രയുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് തന്നെയാണ് സൗകര്യം. നമ്മളൊരു 2:30-ക്കും 3-നും ഇടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ മൂകാംബിക അമ്പലത്തിലെത്തും. അവിടെ നിന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ, ചിത്രമൂലയിലോ എവിടെയെങ്കിലുമൊക്കെ റൂം എടുത്ത് തൊട്ടടുത്തുണ്ട്. ചിത്രമൂല കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്തൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അന്വേഷിച്ചിട്ടേ നിങ്ങൾ ദൂരോട്ടൊക്കെ പോകാം. ചെല്ലുമ്പോഴേ നിങ്ങൾ റൂം എടുത്ത് ഒത്തിരി ദൂരെയൊന്നും നടക്കേണ്ടി വരില്ല. പിന്നെ പറയേണ്ടത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗുഡജാദ്രിയിലേക്കുള്ള നടപ്പാണ്. അപ്പോൾ ഗുഡജാദ്രിയിൽ പോകണമെങ്കിൽ രാവിലെ 5 മണി തൊട്ട് ജീപ്പുണ്ട് താഴേന്ന്. അമ്പലത്തിൻ്റെ ബായ്ക്ക് നമ്മൾ ചെല്ലുന്ന ആ എൻട്രൻസ്, മെയിൻ എൻട്രൻസ് അല്ല, പുറകിൽ നിന്ന് നമ്മളെ ചെല്ലുന്ന അവിടുന്ന് 5 മണി തൊട്ട് ജീപ്പുണ്ട്. 5 മണിക്കേ തുടങ്ങുള്ളൂ. ഉച്ച കഴിഞ്ഞ് എനിക്കൊന്ന് 3 മണിക്കോ മറ്റോ നിർത്തുമെന്ന് തോന്നുന്നു. അപ്പോൾ 5 മണിക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് താഴെ എത്താം. അപ്പോൾ ഈ 5 മണിക്ക് പോയാലുള്ള ഗുണം എന്താണെന്നറിയാമോ? രാവിലെ വെയിൽ കൊള്ളണ്ട. അല്ലെ, നമ്മൾ നടക്കുന്ന ഒരു 1.5 മണിക്കൂർ ജീപ്പ് യാത്രയുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 മണിക്കൂറിൽ കൂടുതൽ നടന്ന് കയറാനുണ്ട്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊന്നും പോകണ്ട. അതുപോലെ തന്നെ ഈ ബസ്സൊക്കെ പോകുന്ന പോലെ ഛർദ്ദിക്കുന്നവരൊന്നും പോകാതിരിക്കുന്നത് നല്ലത്. കാരണം ഈ ഒരു കല്ലേന്ന് ഒരു കല്ലിലോട്ട് എടുത്ത് ചാടുകയാണ് ഈ ജീപ്പൊക്കെ. അത് ഭയങ്കര ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ട്രക്കിംഗ് തന്നെയാണ്. അത് നമുക്ക് ഒരു പ്രാവശ്യം കയറിയെങ്കിലേ അതിനൊരു അനുഭവം മനസ്സിലാവുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഗണപതി ഗുഹയുണ്ട്. അത് ഞാൻ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അത് പോകുന്ന വഴിക്ക് അവിടെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഗണപതി ഗുഹയെന്ന്. ഇപ്പോൾ അതൊന്നും എഴുതി വെച്ചിട്ടില്ല. അവിടെ ഒരു ചെറിയ വേലിയുണ്ട്. ആ വേലി കഴിഞ്ഞിട്ട് ചെറിയൊരു വഴിയകത്തുണ്ട്. അതുവഴിയാണ് ഈ ഗണപതി ഗുഹയിലേക്ക് പോകുന്നത്. അപ്പോൾ ഗുഡജാദ്രിക്ക് ഇത് വെളുപ്പിനെ പോയുള്ള ഗുണം വെയിലും ഇല്ലാതെ നമുക്ക് പോയിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ പ്രത്യേകം ഓർത്തോണം, വെള്ളം എടുത്തോണം. പോകുന്ന വഴിക്ക് വെള്ളം കുടിക്കാനൊന്നും ഒരു സൗകര്യമൊന്നുമില്ല. അപ്പം വെള്ളം എടുത്തോണം നിങ്ങൾ കയ്യിൽ. വെള്ളം എടുത്ത് കുടിക്കാനിടയ്ക്ക് എടുത്തോണം. അപ്പോൾ നടക്കാനുള്ളൊരു പെതുക്കി ഒരു കമ്പൊക്കെ എടുത്താൽ അതൊക്കെ കുത്തി കയറി പോകാം. ബുദ്ധിമുട്ടുണ്ടെന്നല്ല പറഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നും വലിയ ബുദ്ധിമുട്ടായി തോന്നത്തില്ല. ഒരു രസമാണ് അതൊക്കെ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് കയറി പോകാം. അവർ ജീപ്പുകാർ താഴെ വെയിറ്റ് ചെയ്യും. നമുക്ക് പോയിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ 10-15 മിനിറ്റ് അല്ലെ 20 മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഉള്ളൂ. അപ്പോൾ സുരക്ഷിതമായിട്ട് പോയിട്ട് വരിക. കാരണം ഒരു വർഷം കൊക്കയാണ്. കാലങ്ങാനും തെന്നിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഓർത്തുകൊണ്ട് വേണം പോകാൻ. വളരെ രസകരമായ യാത്ര തന്നെയാണ് കേട്ടോ. നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ട്രക്കിംഗ് ആണ്. ഇഷ്ടമുള്ളവർക്ക് വളരെയധികം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയാണ് ഈ ഗുഡജാദ്രി യാത്ര. പിന്നെ ഈ പറഞ്ഞ പോലെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ ഒന്നുകൂടെ വേണമെങ്കിൽ കയറി തൊഴാൻ, തിരക്കില്ലെങ്കിൽ തൊഴാനുള്ള സൗകര്യമുണ്ട്. 12 മണിക്ക് അമ്പലത്തിൽ ആഹാരമുണ്ട്. അതും കഴിച്ചിട്ട് നമുക്ക് ഒരു 1 മണി 1:30 ആകുമ്പോൾ നമുക്ക് തിരിച്ച് ബസ്സിൽ കയറുകയാണെങ്കിൽ 5:30-ക്കാണ്, 5:30-ക്കല്ല 6:15-നാണ് തിരിച്ച് മംഗലാപുരം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് 6:15 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും അത്. അപ്പോൾ വെളുപ്പിന് ഒരു 4-4:30 ആകുമ്പോൾ തിരിച്ച് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലെത്തി കഴിഞ്ഞ ദിവസം പോയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ള കുറേ, ഇതൊന്നും അല്ല എൻ്റെ വിഷയം. എനിക്ക് പറയാനുള്ള കുറേ വിഷയങ്ങൾ കിടക്കുന്നു. കാരണം ഇലക്ഷൻ വരികയാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ നമ്മുടെ നാട്ടിലുള്ളവർക്കല്ലേ? കുറച്ചുകൂടെയൊക്കെ സൗകര്യം, കുറച്ചുകൂടെയൊക്കെ ഡെവലപ്മെൻറ്റും ഒക്കെ വേണ്ടേ എന്ന് ആലോചിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പോകേണ്ടവർ കൃത്യമായിട്ട് അന്വേഷിച്ച്. അപ്പം 350 രൂപ ട്രെയിൻ, 205 രൂപ ബസ് ഫെയർ. ഇതാണ് ഒരാൾക്കുള്ള ചിലവെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ കഴിക്കണമെങ്കിൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ലഞ്ചും ഡിന്നറും അമ്പലത്തിൽ തന്നെ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കണ്ട. ഇഷ്ടംപോലെ വെള്ളം അവിടെ അവൈലബിളായിട്ട് കിട്ടും. നിങ്ങൾക്ക് കുപ്പി ഉണ്ടെങ്കിൽ അതിനകത്ത് നിറച്ചെടുക്കാമെന്നുള്ളൂ, തണുത്ത വെള്ളമോ അല്ലാത്ത സാധാ വാട്ടറോ ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഹോട്ടൽ 600 രൂപ ചിത്രമൂലയിൽ ഞങ്ങൾ താമസിച്ച കാര്യം പറഞ്ഞു. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് പോയിട്ട് വരാം. അതായത് ഏകദേശം ഒരു 300, 500, 1000, 1200, 1500 രൂപയുണ്ടെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് പോയിട്ട് വരാനുള്ള അതിനുള്ള ചിലവൊക്കെ ഉള്ളൂ. 1500 രൂപ എന്ന് പറയുന്നത് ശാലം എന്തെങ്കിലും നമുക്ക് മേടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 1500 രൂപ അത്രയേ ഉള്ളൂ. അതാണ് നമുക്കൊരു മൂകാംബികയ്ക്ക് ഒരാൾക്ക് പോയിട്ട് വരാനുള്ള ഒരു ബസ് ഫെയർ അല്ലെങ്കിൽ ആകെ ചിലവെന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ചിലവൊന്നും അവിടെ ഇല്ല. കാരണം 4-5 പേരൊക്കെ പോകുമ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെ ആഹാരം കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അത്രയും പൈസ നമുക്ക് ലാഭിക്കാം. നല്ല ആഹാരം തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ട്രെക്കിങ്ങിന്
500 രൂപയാണ് അവർ ഈടാക്കുന്നത് ഒരാളുടെ നിന്ന്. കഴിഞ്ഞ പ്രാവശ്യം 450 ഈ പ്രാവശ്യം ഒരാൾക്ക് 500 രൂപയാണ്. അപ്പം ഞങ്ങൾ 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം ജീപ്പിൽ. അതുകൊണ്ട് 530 രൂപ ഒരാൾക്ക് ഈടാക്കുന്നുണ്ട്. പോകുന്ന വഴിക്കൊരു അവിടെ ചെല്ലുമ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഫീസുണ്ട്. അത് ജീപ്പുകാർ തന്നെ കൊടുക്കും. അത് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മളോട് മേടിക്കുന്നത്. അതും കുറച്ചിട്ടുള്ള എമൗണ്ടേ നമ്മളോട് മേടിക്കുകയുള്ളൂ. അപ്പം ഞങ്ങൾ ഒരാൾ 530 രൂപ വെച്ചാണ് കൊടുത്തത്. നമ്മൾ 8 പേരാണ് ജീപ്പിൽ കയറുന്നത്. 8 പേരുണ്ടെങ്കിൽ 500 രൂപ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരാൾക്ക് പോകാനുള്ള ചിലവ് എന്ന് പറയുന്നത്. അപ്പം പോകേണ്ടവർ നേരത്തെ തന്നെ ട്രെയിൻ ബുക്ക് ചെയ്യുക. തിരക്കില്ലാത്ത ദിവസം നോക്കി ട്രെയിൻ ബുക്ക് ചെയ്യുക. അതായത് തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ദിവസങ്ങളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല. ശനിയും ഞായറൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പോകുന്നവർ തിരക്കില്ലാത്ത എന്നുള്ളവർ അങ്ങനെയുള്ള ദിവസങ്ങൾ നോക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്യുക. ഒത്തിരി തിരക്കുള്ള സമയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ രഥം വലിക്കുന്ന സമയമൊക്കെ ഭയങ്കര തിരക്കുള്ള സമയമാണ്. അപ്പോൾ ആ സമയമൊന്നും ഇല്ലാത്ത തിരക്കില്ലാത്ത, പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ കൊണ്ട് പോകുന്നവർ തിരക്കില്ലാത്ത സമയം നോക്കി പോകാൻ ശ്രമിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം, എൻ്റെ അറിവിൽ കേട്ടോ, ഞാൻ എന്നെക്കുറിച്ച് വലിയ അറിവുള്ള ആളൊന്നും ആണെന്നല്ല, പക്ഷേ നിങ്ങൾക്ക് അറിയേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ മറുപടി തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മൂകാംബിക വരെ പോയിട്ട് വരാനുള്ള തത്രപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ഒക്കെ ചെയ്യാൻ മറക്കരുത്. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലൂടെ പറയുന്നതായിരിക്കും. ബൈ.